ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. നിങ്ങൾക്കൊപ്പം system.guru.markets കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ഫൈസർ ഇൻക് ടിക്കർ PFE. ഈ അവലോകനം 2025 മാർച്ച് 22 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ഫൈസർ ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ഫാർമ ഹോൾഡിംഗ് 111 ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡറുകളുടെ പട്ടിക കാണാം. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്. 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.2 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ US സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.9 പോയിന്റാണ്. കമ്പനിയുടെ സ്കോറായ 8 പോയിന്റിനെതിരെ ഫൈസർ ഇൻക് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഫൈസർ ഇൻക് ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. ഫൈസർ ഇൻക് -4.8% മാറ്റം കാണിച്ചു. 7.4% എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ഫൈസർ ഇൻക് മൂല്യം $149.11 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $3,178 ബില്യൺ ആണ്. ഫൈസർ ഇൻക് 4.692% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $87.94 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $492 ബില്യൺ ആണ്. ഫൈസർ ഇൻക് 17.858% വിഹിതമാണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം ഞങ്ങൾ ഇനിപ്പറയുന്നവ കാണുന്നു. അധിനിവേശ വിഹിതം ഫൈസർ ഇൻക് വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 4.692%. പുസ്തക മൂല്യം 17.858%. ഇത് വിപണി മൂലധന വിഹിതത്തിൽ 281% വർധനവാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത്. 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $66.86 5 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷനിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 76% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മാർക്കറ്റ് വിലയുടെ ലാഭം 18.6 ആണ്. 42.9 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഇത് ഉപവിഭാഗത്തേക്കാൾ 57% കുറവാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം ലാഭസൂചകമായി വിലയിരുത്തൽ വളരെ നല്ലത്. 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $8,023 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $12,311 മില്യൺ ആണ്. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 53.4% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 54% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാന സൂചകവുമായി വിപണി വിലയുടെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $63,650 മില്യൺ ആണ്.
അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $97,670 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 53% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1. വിൽപ്പന മാർജിൻ 12.6%. ഉപവിഭാഗത്തിൽ ശരാശരി 11.6%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 9.084%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 94% കൂടുതലാണ്. ഇത് കമ്പനിയുടെ ഓഹരി വില തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു. ഫൈസർ ഇൻക് മറിച്ച് വില കുറച്ച് കാണുന്നതിനു വേണ്ടിയാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് $1,840,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $3,563,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 48.4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5. ഒരു ജീവനക്കാരന്റെ ലാഭം $99,000 ഉപവിഭാഗത്തിന്റെ ശരാശരി $83,100. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 19%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം $786,000 ആണ്. ഉപവിഭാഗം പ്രകാരം $715,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 10%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ നല്ലത് 0.5. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.7% തുല്യമാണ്. ഉപവിഭാഗ ശരാശരി 1.5%. ഇതാണ് ഒരു ചെറിയ ഞെക്കലിന്റെ മൂല്യനിർണ്ണയം. സൂചകം റിസെ 14 കമ്പനിക്ക് 52% നിലവാരം കാണിക്കുന്നു. ഫൈസർ ഇൻക് ഉപവിഭാഗത്തിന് റിസ് ലെവൽ 14 52%. സാങ്കേതികമായി ഉപവിഭാഗത്തിലെ ഓഹരികൾ ഏകദേശം സ്റ്റോക്കുകൾക്ക് തുല്യമാണ്. ഫൈസർ ഇൻക് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $26.27 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $30.38 ആണ്. നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 16%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഫൈസർ ഇൻക് സഹായ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. $26.28 എന്ന വിലയിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്യുമിന്റെ സൂചിക എടുക്കുക ലാഭം 27.92 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 24.64 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഏപ്രിൽ 21 സെഷന്റെ അവസാനത്തിൽ ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ INSM ഒരു ബാലൻസ് വിൽപ്പന ഓർഡർ ആയിരിക്കും. ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും.
ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ എല്ലാവരും ശരിക്കും മികച്ച പ്രേക്ഷകരാണ്.